രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല രണ്ടുപേരും. അപ്പൊ പേടിയുണ്ട്. ശ്രീനി, എന്തു വേണം? എനിക്ക് പേഴ്സണലായി ഒന്ന് സംസാരിക്കണം. അത് ഈ റൂമിൽ വെച്ചോണെങ്കിലും ആവാലോ. പറ്റില്ല, നമ്മൾ രണ്ടുപേരും മാത്രം സംസാരിക്കേണ്ട കാര്യം. വാ. എന്താ ഇത്ര വലിയ അവന കാര്യം? അത് ഞാൻ അവളെ കൊണ്ട് അബോർഷനെ സമ്മതിപ്പിച്ചു. അവളെ അബോർട്ട് ചെയ്യിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ വിഷയം ഇപ്പൊ അതാണല്ലോ. അത് പരിഹരിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു എന്നാ പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചേ. വഴി കണ്ടുപിടിക്കാൻ നിന്നെ ഞാൻ ഏർപ്പാടാക്കിയിരുന്നോ? എന്നാലും ഞാനതിന് ശ്രമിക്കണ്ടേ? വേണ്ട. ഒരു അബോർഷപ്പെട്ട് തീരുന്നതാണോ അവൾ ഉണ്ടാക്കി വെച്ച കളങ്കം? ആ കുഞ്ഞിനെ കൊന്ന മാത്രം തീരുന്നതാണോ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടേ? അവളെ കൊല്ലണോ? എന്തിനാ ചിരിക്കുന്നേ? മനസ്സിൽ എന്താന്ന് വെച്ച പറ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവളെ കൊല്ലണോ? വേണ്ട. പിന്നെ എനിക്കവളെ കൊല ചെയ്യണം. ശ്രീനി, അവള് നമ്മുടെ മോളല്ലേ? അതെ, നീ ഒന്നകത്ത് കയറിയായിരുന്നു. എനിക്ക് വാതിൽ നടക്കായിരുന്നു. ശ്രീനി, ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നുണ്ടോ? എനിക്ക് വാതിലടക്കാമെന്നു. അമ്മ തോറ്റുപോയല്ലേ? എനിക്കറിയായിരുന്നു ഇതിവിടെ കൊണ്ടൊന്നും തീരില്ലെന്ന്. ഇത് ഞങ്ങളുടെ ഒരാളുടെ മരണത്തോടുകൂടി മാത്രമേ തീരൂ. ഡോക്ടറെ പറ. ഞാൻ കേട്ടത് ശരിയാണോടോ? അവനെ തിരിച്ചു കിട്ടിയോ? കിട്ടി ഡോക്ടറെ. അവ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവളോ? ഇതുവരെ അറിയിപ്പൊന്നുമില്ല. ഞങ്ങൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഫലമുണ്ടെന്ന് തോന്നുന്നില്ല. അവ ഒരക്ഷരം വിട്ടു പറയുന്നില്ലെന്നേ. അതെ, നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാ. അവന്റെ കൂമ്പ് നോക്കി 4 എണ്ണം കൊടുത്ത അവൻ തത്ത പറയുന്നത് പോലെ സത്യങ്ങൾ തുറന്നു പറയും. അതെങ്ങനെയാ ചോദ്യം ചെയ്യുന്നത്? അവന്റെ പെങ്ങളെ കെട്ടിയവനല്ലേ? അല്ല, ഇത് വേറെ സെക്ഷനാണ്. എന്നെ അവന്റെ അളിയനെയൊക്കെ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ഞങ്ങളൊക്കെ വെറും നോക്കുകൂത്തികളാ ഡോക്ടറെ. നാണമില്ലടോ തനിക്കിങ്ങനെ കുറ്റസമ്മതം നടത്താൻ? പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനേ ഈ സംസ്ഥാനത്തിന്റെ DGP ഒന്നുമല്ല. എനിക്ക് മുകളിലും വേറെ ഒരുപാട് കില്ലാടികളുണ്ട്.
എന്നാ പിന്നെ ഞാൻ ഈ കൊട്ടേഷൻ അവരെ ഏൽപ്പിക്കാം. എന്റെ ഡോക്ടർ ഇങ്ങനെ ചൂടാവാതെ. ഞാൻ ഇവിടുത്തെ അവസ്ഥകളുടെ ഒരു പൊതു നിരീക്ഷണം പറഞ്ഞതാ. അതിന്റെ അർത്ഥം ഞാൻ തോറ്റു പിന്മാറിയെന്നല്ല. അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതെ, എന്നിങ്ങനെ 24 hours നാക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കണം. അവന്റെ ശവം എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണണം. ആ, ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കും. അവന് കോടതി ജാമ്യം കൊടുത്താലും ഇല്ലെങ്കിലും നമ്മുടെ കോടതി അവന്റെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കണം. അതിനല്ലേ ഞാൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുന്നത്. അവസരം ഒത്തുവന്നാ ഞാൻ ഇന്ന് തന്നെ അത് ചെയ്തിരിക്കും. അവസരമൊന്നും ആരെയും തേടി വരില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോ വഴി തടഞ്ഞു നിൽക്കുന്ന ഏത് വൻമലയും മാറിപ്പോവും. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഡോക്ടർ. മതി, താൻ ഇത്രയും ഒന്ന് പറഞ്ഞു കിട്ടിയാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ല. ഇതോ തന്നെ എനിക്ക് വിശ്വാസമാണോടോ. താൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന്. എനിവേ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഡോക്ടർ.